നമസ്കാരം. എഡിഎമ്മിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നതാണ്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് പോലീസ് സത്യവാങ്മൂലം നൽകിയത്. എഡിഎമ്മിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളില്ലെന്നും ബന്ധുക്കൾ വരാൻ വൈകിയതിനാലാണ് ഇൻക്വസ്റ്റ് നടത്തിയതെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിലാണ് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പ്രതികരണവുമായി രംഗത്തെത്തിയത്. മാതൃഭൂമി ന്യൂസിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. എഡിഎം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുതെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായി ബന്ധു അനിൽ പി നായർ പറയുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താവൂ എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇൻക്വസ്റ്റ് കഴിഞ്ഞെന്ന വിവരമാണ് പോലീസിൽ നിന്ന് അറിയിച്ചത്. അതിനുപോലും ബന്ധുക്കളുടെ അനുമതി തേടിയിരുന്നില്ലെന്നും അനിൽ പി നായർ പറയുന്നു. ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെയാണ് ഇൻക്വസ്റ്റ് നടത്തിയതെന്നും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതെന്നും പോലീസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയ ശേഷമാണ് ആദ്യമായി ഔദ്യോഗികമായി അറിയിക്കുന്നത്. മൃതദേഹം പരിയാരത്തേക്കാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞ നിമിഷം തന്നെ കളക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം നോക്കാമെന്നാണ് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പറഞ്ഞു. ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ഒന്നും ശേഖരിച്ചിട്ടില്ല. കോടതിയെ എങ്ങനെയാണ് ഞങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാനാവുക? കുടുംബത്തിന്റെ ആവലാതികളും സംശയങ്ങളുമാണ് കോടതിയിൽ പറഞ്ഞത്. കുടുംബത്തിനും പൊതുജനത്തിനും ബോധ്യപ്പെടുന്ന അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് നടക്കട്ടെ എന്ന് സർക്കാർ പറയുന്നതല്ലേ അതിന്റെ യുക്തിഭദ്രതയെന്നും അനിൽ പി നായർ പറയുന്നു. അതേസമയം സർക്കാരും പാർട്ടിയും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിന്നില്ലേ എന്ന ചോദ്യത്തിന് നവീൻ ബാബുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചേനെ. ആ കുടുംബം അങ്ങനെയാണ് എന്നായിരുന്നു ബന്ധുവായ അനിൽ പി നായരുടെ മറുപടി. ഇതിലൂടെ ഈ വിഷയത്തിൽ സർക്കാർ ചെയ്യുന്നത് ഇരട്ടത്താപ്പാടെന്ന് വ്യക്തമാവുകയാണ്. SIT അന്വേഷണത്തോട് ഈ വിഷയം അവസാനിപ്പിക്കാമെന്നായിരുന്നു CPMന്റെ വിശ്വാസം. പത്തനംതിട്ട ജില്ലാ നേതാക്കൾ വഴി നവീൻ ബാബുവിന്റെ കുടുംബത്തിനെ ചേർത്ത് നിർത്താമെന്നാണ് CPM കരുതിയതും. എന്നാൽ ദിവ്യയുടെ അറസ്റ്റും ജാമ്യ നാടകത്തോടെ കുടുംബത്തിന് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് മനസ്സിലായി. ഇതോടെയാണ് പോലീസ് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ കുടുംബം ഹൈക്കോടതിയിലേക്ക് CBI അന്വേഷണവുമായി എത്തുന്നത്. ഇതോടെ CPMന് നിൽക്കക്കളി ഇല്ലാതെയായി. CBI അന്വേഷണം വന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടെ കളക്ടറുടെ അറിവോടെ കൃത്രിമം നടത്തിയതായി തെളിയും. കളക്ടറുടെ മേൽനോട്ടത്തിലാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് ഈ കൊള്ള സംഘത്തിനൊപ്പം നിന്ന കളക്ടർ ഒരിക്കലും പുറം ലോകം കാണില്ല. ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിയും അടയും. മാത്രമല്ല, ഇവരിലൂടെ അന്വേഷണ സംഘം ചെന്നെത്തുക CPMന്റെ ഇതുവരെ ആരും കാണാത്ത തട്ടിപ്പിന്റെയും കൊലകളുടെയും വിവരത്തിലേക്കും. കൂടാതെ ക്വാറി ഭൂമാഫിയകളുടെ വിവരങ്ങളും ഞെട്ടിക്കുന്നതായിരിക്കും. അതുവഴി പല രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും അകത്താകുന്ന അവസ്ഥയുണ്ടാകും. കാരണം ഇതെല്ലാം അവരുടേത് കൂടിയാണ്. അതുകൊണ്ടാണ് CPM CBI അന്വേഷണം വേണ്ടെന്ന് ആദ്യം മുതൽ പറയുന്നതും. നന്ദി.